സഹോദരങ്ങളെ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കുരുമുളക് ഗ്രേവി ചിക്കൻ. അത് എല്ലായിടത്തും എല്ലാ മസാലയും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു മസാലക്കൂട്ടോടു കൂടി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം. ഒരു 1/2 കിലോ കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട്. ഉപ്പുണ്ട്, മഞ്ഞളുണ്ട്, ഗരം മസാലയുണ്ട്, പെരുംജീരകം പൊടിച്ചതുണ്ട്, കുരുമുളക് പൊടിച്ചതുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. അതുപോലെ തന്നെ ഒരു 2 തക്കാളി, 2 ചെറിയ ഉള്ളിയല്ല, വണ്ണം കുറഞ്ഞ വലിയ ഉള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, മല്ലിച്ചപ്പ്, ഒരു 10 പീസ് കറിവേപ്പില, ഒരു 3 പച്ചപ്പറങ്കി. ഓക്കെ, ഇതിൽ കുരുമുളകിൻ്റെ എരിവാണ് കൂടുതൽ വേണ്ടത്. അങ്ങനെ ഒരു ഐറ്റംസാണ് ഉണ്ടാക്കുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾ അതിൽ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിത് അടുപ്പത്ത് വെക്കാൻ വേണ്ടി അത് മിക്സ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുകൊണ്ട് ആ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട വിധം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുപ്പത്തേക്ക് പോവാം. ഇതാ ഇങ്ങനെ ഒരു ഉരുളി എടുക്കുക, ചെറിയൊരു പാത്രം. നമ്മൾ എണ്ണ വയ്ക്കാൻ പോയി ചട്ടി വെച്ച് തീയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കേണ്ട വിധമാണ് ഇത്. പല വിധത്തിലുണ്ടാക്കും. നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ജ്യൂസ് ചെയ്തിട്ട് അതിലേക്കാണ് ചിക്കൻ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 മില്ലി വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, 50 മില്ലി വെളിച്ചെണ്ണ ആയതുകൊണ്ട് സ്പീഡിലാണ് തീയുള്ളത്. അതുകൊണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട്. നമ്മളതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ആഡ് ചെയ്തു. ഇത് ഉള്ളി വാരുമ്പോൾ തക്കാളി കൂടി വരും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഉള്ളി ഇടട്ടെ. ഉള്ളി ഒന്ന് വാടുന്നുണ്ട്. ഉള്ളി ഏകദേശം ഒന്ന് വാടുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. സ്പീഡിൽ തന്നെ ആക്കണം. നമുക്ക് പെട്ടെന്ന് വല്ല സാധനമില്ല. അപ്പോൾ തീ സ്പീഡിൽ തന്നെ ഉണ്ടാവണം. നിതിൻ ചക്രവർത്തിൻ്റെ ഡാൻസാ ചട്ടി കളിക്കുക ഇതിൻ്റെ അടുപ്പത്തുനിന്ന്. നമ്മൾ ഈ ഗ്യാസ് അടുപ്പുമ്പോൾ സർക്കസ് കളി കുറവാ, കല്ലെടുപ്പിലാണ്. അതെല്ലാം കിടക്കട്ടെ. അപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. കാരണം വീഡിയോ നമ്മളിന് എടുക്കുന്നത് കൊണ്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തെടുക്കണം. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. സംഭവം വേറൊന്നല്ല, നമ്മൾ ഇത് മുറിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഇവർ 4 എണ്ണമായിട്ട് മുറിച്ചിന് തൽക്കാലം 3 എണ്ണേ വേണ്ടു. അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. 3 എണ്ണ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടായാൽ നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. കുരുമുളകിൻ്റെ എരിവാണ് ഇതിലേക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ എടുത്തു വെക്കാൻ പറഞ്ഞു. അതിനൊരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി, 1/2 ടീസ്പൂണ് ഇഞ്ചി. ഓക്കെ, വെളുത്തുള്ളി ലേശം കുറഞ്ഞ 1 ടീസ്പൂണ്. വലിയ കയ്യായതുകൊണ്ട് ടീസ്പൂണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളതിലേക്ക് ഇപ്പം തീ സ്ലോ ചെയ്യുക. ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് കുരുമുളകും ചേർത്തിട്ടുണ്ട്. കാരണം വീഡിയോ ഓണാക്കാൻ വിട്ടുപോയി അതിടുന്ന സമയത്ത്. സോറി, ഖേദിക്കുന്നു. അപ്പോൾ 3 ടീസ്പൂണ് മല്ലിയും 2 ടീസ്പൂണ് കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് ഡ്രൈ ആകുന്ന സമയത്ത് ഇപ്പോൾ ഒന്ന് സ്പീഡാക്കും. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുക. പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ടായി പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് വെറുപ്പൊന്നും തോന്നരുത്. കാരണം ആ മല്ലിപ്പൊടിയും കുരുമുളകും പെരുംജീരകവും ചേർക്കുന്ന സമയത്ത്, വെള്ളവും ചേർക്കുന്ന സമയത്ത് വീഡിയോ ഓണാക്കി എന്ന് കരുതി ഓണായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് കുരുമുളകും 1/4 ടീസ്പൂണ് പെരുംജീരകവും ഇട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ 1/2 ലിറ്ററിൻ്റെ കപ്പാണ്.
അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ പതച്ച് ഏകദേശം ഡ്രൈ ആവും. ആ സമയത്ത് നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഇതിന് അളവിന് ഉപ്പിടണം. അതിൻ്റെ ഉപ്പ് ഒരു 1/2 ടീസ്പൂണ് ഇടുക. പിന്നീട് നോക്കിയിട്ട് അളവിനിടുക. ഓക്കെ. ഇപ്പോൾ തിള വരുന്നുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ. തൽക്കാലം ആ ഉരുളിക്ക് മൂടിയില്ല. നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊള്ളാം. വല്ലവന് പുല്ലു ആയുധം, സകലകല വല്ലവന് പുല്ലു ആയുധം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഒന്ന് പച്ചവെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് ജ്യൂസ് അടിക്കണം. ഇതുപോലെ തന്നെ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തുകൊണ്ട് ഈ കറി ഉണ്ടാക്കാം. നല്ല കുരുമുളക് വറ്റിച്ചത്. ഓക്കെ. നമ്മൾ സ്പെഷ്യലായിട്ട് ജ്യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന്. പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർക്ക് ഇതാ ഇപ്പോൾ ഏകദേശം ഈ ഡ്രൈ ആയിട്ടാകുമ്പോൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് വെന്ത് കഴിഞ്ഞാൽ സൂപ്പർ കറിയായി. ഇതുപോലെ ഒരു പാത്രത്തിലാക്കി തലകക്കകത്ത് പച്ചവെള്ളം ഒഴിച്ച് ആ പച്ചവെള്ളത്തിലേക്ക് വെക്കുക. ഇതുപോലെ മുകളിലൊരു ഫാൻ ഇട്ട് വെക്കുക. എന്നാൽ പെട്ടെന്ന് തണിഞ്ഞു കിട്ടും. ഓക്കെ. ഞാൻ അതുകൂടി പറഞ്ഞതില്ലെന്ന് പറയണ്ട. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. തണിഞ്ഞിട്ടുണ്ടെന്ന് ജ്യൂസ് അരച്ചെടുക്കട്ടെ. ഓക്കെ സഹോദരങ്ങളെ, നമ്മൾ ആ മസാല അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതൊന്ന് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നു. സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ആ ഗ്രേവി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട് ആദ്യം. അതിന് ശേഷം ഒരു നുള്ള് ഗരം മസാല കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നു. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട് നമ്മളെ ഗ്രേവി. അത് നമ്മുടെ ചിക്കനിലുള്ള കുറച്ച് വെള്ളം ഉണ്ടാവും. അത് ഒന്ന് തിളച്ച് റെഡിയാകുമ്പോൾ ആ വെള്ളം അളിയാൽ നമ്മളെ ഗ്രേവി കണ്ടീഷനാവും. ഏതായാലും ഇനി നമുക്കത് വേകുന്നത് വരെ വെക്കാം. സ്പീഡിൽ വേണ്ടിയെങ്കിൽ സ്പീഡിൽ വെക്കാം, സ്പീഡ് കുറച്ചിട്ട് വേണ്ടിയെങ്കിൽ അങ്ങനെ വെക്കാം. പെട്ടെന്ന് വേണമെങ്കിൽ സ്പീഡിൽ വെക്കണം. നമുക്ക് ഏതായാലും പെട്ടെന്ന് വേണം. ഈ കറി എല്ലാത്തിനും ഉപയോഗിക്കാം. വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നാലേ അതിൻ്റെ ചിക്കൻ്റെ വെള്ളം ഇളകിയിട്ട് ലേശം ഒന്ന് ഫ്രീ ആയി കിട്ടും അതിൽ. ഓക്കെ. ചട്ടിക്ക് പോവാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ സാധനമാണ്. പൊറാട്ടക്കും നെയ്ച്ചോറിനും കുബൂസിനും അട്ടൂരിക്കും നൂൽപുട്ടിനും എല്ലാത്തിനും കഴിക്കാം. സൂപ്പറാണ്. ഇൻഷാ അല്ലാഹ്.